നിന്റെ തന്തയ്ക്കാണ് ജാട, മനസ്സിലായ? നിന്റെ തന്തയ്ക്കാണ് ജാട. നീ ഇങ്ങനെ ഒരാളുടെ മൊബൈലിലേക്ക് ജാട എന്നൊക്കെ അങ്ങ് ടൈപ്പ് ചെയ്തത് നിന്റെ തന്തയാണോ നിനക്ക് ഈ വാട്സപ്പിന്റെ നമ്പർ തന്നെ? എന്ത്? എനിക്ക് എന്റെ മൊബൈലിൽ 110 ആൾക്കാരെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ അയക്കും. നിനക്ക് ജാട എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നീ ആരാ? നിനക്കാണ് ജാട. എനിക്കിപ്പോ ഒരാളുടെ ഒരു എത്രയും റെസ്പോൺസിബിൾ ആയിട്ട് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് പൊന്നുപോലെ സൂക്ഷിക്കും ഞാൻ, കേട്ടോ? അതിനിങ്ങനെ ഒരു 50,000 മെസ്സേജ് അയച്ചിട്ട് അയാളെ വെറുപ്പിക്കില്ല. അത് പൊന്നുപോലൊരു മെസ്സേജ് അയക്കും, എന്നിട്ട് ആ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ അയാൾ മെസ്സേജ് അയക്കായിരിക്കും. എന്നാൽ നിന്റെ പേരെന്താ പട്ടി? എഴുതിട്ടിരിക്കണോ? ജാടാന്ന് ടൈപ്പ് ചെയ്യാൻ ആരാ നിന്നെ പഠിപ്പിച്ച? എന്നോട് ഞാൻ എന്ത് ജാട കാണിച്ച? മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നീ മെസ്സേജ് അയച്ച് തിരിച്ചയക്കാണെങ്കിൽ നീ ജാടനെ വിളിക്കോ? എനിക്കറിയില്ലല്ലോ. എന്താ അറിയില്ലാന്ന്? നിനക്ക് എവിടുന്നോ ഒരു നമ്പർ കിട്ടി, ആ നമ്പറിലേക്ക് നീ മെസ്സേജ് അയക്കുന്നു. ഇപ്പൊ എന്റെ നമ്പർ തന്നെയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ആ നമ്പറിൽ നീ ജാടാന്നങ്ങോട്ട് അയക്കുക. നാണല്ലാണ് നിനക്കൊക്കെ. നീ ഒരു ഇന്ത്യൻ പൗരനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനാന്ന് പറയാൻ നിനക്ക് നാണല്ലേ? പറയാൻ വേറെ ഉണ്ടായത് ഞാനായതുകൊണ്ടാണ് പറയുന്നത്. ഞാനൊക്കെ ജീവിച്ചതും ജനിച്ചതും വളർന്നതൊക്കെ അങ്ങനെയാണ്, മനസ്സിലായോ? ഇനി ഈ ജീവിതത്തിൽ ഒരാളുടെ ഇത്രയെങ്കിലും സെലിബ്രിറ്റിന്റെ ഏത് മാങ്ങാത്തൂരിന്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞാലും അയാൾ വിളിച്ചിട്ട് അയാളുടെ നമ്പറിലോ കിട്ടിയില്ല അയാളുടെ ഒരിക്കലും ജാട വായിച്ചിട്ട് അയാള് 100-110 പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവുക. ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ഇറിറ്റേഡ് ആയിട്ടുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, അയാളെ ജാടാന്ന് വിളിക്കാൻ. ജാടാന്ന് വിളിക്കണമെങ്കിൽ നീ 100 അല്ല 150 ജനം ജനിച്ചാലും നിനക്ക് പോയി ചാത്തൂടാ. നിനക്കൊക്കെ വേണല്ലേ? നിനക്കൊക്കെ നീക്ക് എന്ത് മനുഷ്യനാണ് നീയൊക്കെ? ഒരു ഉളുപ്പും മാനൊക്കെ വേണ മനുഷ്യനായാല്. വെറുതെ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ നമ്പറിലേക്ക് ജാടാന്ന് അയക്കാൻ നിനക്ക് നാണല്ലേ? നാണല്ലേ നിനക്കൊക്കെ? ഇല്ലേ? ചോദിച്ചതിന് മറുപടി ഇടൂ. എന്ത് സോറി സാറെന്നുള്ള സാധനമൊക്കെ വരും. ഇയാളുടെ നമ്പറിലേക്ക് ഒരു ദിവസം ഒരാൾ കുറെ നേരം ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഇയാളുടെ വീട്ടിലാരും മരിച്ചിട്ടിരിക്കുക. ഇയാൾ തിരിച്ച് റിപ്ലൈ അയച്ചില്ലെങ്കിൽ ഒരാൾ ജാടാന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് എന്ത് തോന്നും? എന്ത് ശരിയാണെന്ന്? പറ്റിപ്പോയതല്ല, ഇനി ജീവിതത്തിൽ വേറെ ആൾക്ക് പറ്റിപ്പോകരുത്. ഇനി തിരിച്ചു കൊണ്ട് മെസ്സേജ് അയക്കരുത്. ഇനി വേറെ എന്ത് മെസ്സേജ് അയച്ചോ മാന്യമായിട്ട് ഒരാൾ പെരുമാറാൻ പഠിക്കണം ജീവിതത്തില്. ഓക്കെ, ഞാനൊക്കെ സാധാരണ മനുഷ്യനാണ്. ഓക്കെ, നീയൊക്കെ കണ്ട് പരിചയമുള്ളതിനെക്കാട്ടിലും അപ്പുറത്തെ സാധാരണ മനുഷ്യനാണൊക്കെ. ഇനി ഈ പാതിരാത്രി ഇതിനെ ഉപദേശിക്കാനുള്ള അതിനുള്ള പ്രാന്തൊന്നും എനിക്കില്ല. ഈ മെസ്സേജ് ഇങ്ങനത്തെ 100-150 മെസ്സേജ് വരുന്നുണ്ട്. അവരൊക്കെ വിളിച്ച് പറയും, വേറെ ഒന്നുണ്ടല്ല. നമ്മളിപ്പോൾ ആൺകുട്ടികളായിട്ട് നിൽക്കാൻ വേണ്ടിട്ടേ പറഞ്ഞേ. എന്തൊക്കെ എന്നെ എടുത്തോളാം കേട്ടോ. ഞാൻ എടുത്തോളാം. അല്ലേ എന്റെ നമ്പറൊക്കെ കയ്യിലുണ്ട്. ഗുഡ് നൈറ്റ്.